ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനങ്ങനെ തിരിച്ച് ദുബായിലോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ വന്നതിന് ശേഷം എൻ്റെ മെയിൻ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സോയിനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാനാണ് കേട്ടോ. അത് താഴെ എൻ്റെ ചെയറിൻ്റെ ഇടയിൽ ഒളിച്ചിരിപ്പുണ്ട് അവൻ. ഇത് കണ്ടോ, ഒളിച്ചിരിക്കുക. അവനെ എടുത്തുകൊണ്ട് എനിക്ക് ഗ്രൂമിങ്ങിന് പോകണം. കാരണം വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമായിരുന്നു. ഞാൻ ഓൾറെഡി ഹോം ടൂറും കാര്യങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ടാണ് വീടിൻ്റെ അവസ്ഥ എടുത്ത് വെക്കാത്തത്. പിന്നെ എനിക്കൊരു ട്രോമ ഉണ്ടായിരുന്നു വീട്ടിൽ വന്ന് കയറിയ സമയത്ത്. അപ്പോൾ ഞാനൊരു ഫോട്ടോ പോലെ എടുത്ത് വെച്ചിട്ടില്ല. അത് പിന്നെ ക്ലീൻ ആക്കിയതിന് ശേഷം കാണാൻ വേണ്ടിയിട്ട്. കാരണം അത്രയ്ക്ക് സീനായിരുന്നു വീട്. ഒരു 2-3 ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോയതാ. ഏകദേശം 3 മാസമായി ഞാൻ തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ദുബായിൽ വന്നിട്ടുള്ള, ദുബായ് അല്ല, ഞാൻ സ്റ്റേ ആക്കുന്നത് ഷാർജയാണ്. അപ്പോൾ ഷാർജയിലെ എൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഗൈസ്. ഡേ എന്ന് പറയാൻ പറ്റത്തില്ല, നൈറ്റാണ്. ഏകദേശം രാത്രി 7:30 മണിയായി. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് പരിപാടി സോയിനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുക. അതിനുശേഷമുള്ള വഴിയെ പുറമേ എൻ്റെ എല്ലാ പരിപാടിയിലും രാത്രിയാണ് ഇപ്പോൾ നടക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോയി കം, സോയി കം, കം കം കം, സോയി കം. എൻ്റെ ഇവരെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ, സോയി കം, ഇവനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഈ കൂടിനകത്ത് ഇവനെ കയറ്റുക എന്നുള്ളതാണ്. ഇവനാണ് കയറത്തുമില്ല, ഭയങ്കര പാടാ. കണ്ടോ, അയ്യോ എൻ്റെ പകുതി ദിവസം ഇതിനാ പോകുന്നത്. എടാ ഒന്ന് കയറടാ. നല്ല നെയിലുള്ളത് കൊണ്ട് ഇവന് ബലം പ്രയോഗിച്ച് കയറ്റാനും പറ്റത്തില്ല. കാരണം ഓൾറെഡി എൻ്റെ തൊട, എൻ്റെ കൈ എല്ലാം കീറിയിട്ടുണ്ട്. ഞാൻ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് വരെ കീറിപ്പോയി ഇവൻ്റെ നെയിൽ കാരണം. അത് ഇത്രയും നെയിലുണ്ട്. കണ്ടോ, ഇവന് കാലിട്ട് എന്നെ ആക്രമിക്കുന്നത് കണ്ടോ. അപ്പൊ കേറടാ, ജോയിക്കം, കമ്മല്ല, ഗോ 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 ഗോ. എങ്ങനെ ആൾക്കാർ ഗ്രൂപ്പിങ്ങിനോട് ഇവരെ ഞാൻ എത്ര കാലം കൊണ്ട് കൂട്ടിക്കേറ്റോ നോക്കണം. എടാ ഒന്ന് കേറടാ, ഇച്ചിരി പോലും കയറടാ. ഞാൻ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് ഗൈസ്. കാരണം ഞാൻ ഏകദേശം 10-15 മിനിറ്റായി ഇവനെ ഇതിനകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് പാടും. എടാ ഇച്ചിരി എൻ്റെ അവസ്ഥ വേണ്ടിയിട്ടൊന്ന്, എൻ്റെ പൊന്നെല്ലാം ഒന്ന് കയറടാ. എടാ നിന്നെ വൃത്തിയാക്കാനല്ലേടാ, നീ സുന്ദരനാവടാ, കേറടാ. നമുക്ക് പി പോവാ, ഈ കാറിൽ പോവാം. 3 മാസമായി ഇവൻ പുറലൊന്നും കണ്ടിട്ട്. ഇവ അല്ലെങ്കിൽ പുറത്തിറങ്ങത്തില്ല. അമ്മേ ഞാൻ ക്ഷീണിച്ച്. ഓടോ, കേറടാ, കേറി സോയി. മമ്മി എനിക്കൊരാളുടെ സഹായം വേണം. ജോയി കേറിക്കേ, ഗോ 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 ഗോ. ജോയി കണ്ടോ എൻ്റെ ஜோய்கா அந்த பக்கம் ஹரியப்பலடா, இந்த பக்கம் ஹரியப். இங்க பா 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 பா. കേറ് എൻ്റെ പൊന്നെ, കേറടാ അങ്ങോട്ട്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ കേറ്റുന്നു. ഇച്ചിരി കേറടാ, ഇച്ചിരി പോലും കേറടാ, കേറടാ ഇച്ചിരി പോലും. എടാ അതിനകത്ത് കയറിയത് പോലെ കിടന്നോടാ. എൻ്റെ പൊന്നെ കയറി കിടക്കട ഇച്ചിരി പോലും. ജോയ് 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 ജോയേ ജോയേ. അങ്ങനെ വലിയൊരു പോരാട്ടത്തിൽ ഞാനിവിടെ കളരിയും പോലീസും കളിച്ച് പിന്നെ ഇവിടെ കയറ്റി ഗൈസ്. எப்படி இருக்கு செல்லம், போலாமா? ലെറ്റ്സ് ഗോ. ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇവനെ ഗ്രൂമിങ് ചെയ്യിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഇവനെ ഇവിടെ ഷാർജയിലുള്ള റോളയിലാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അജ്മാലിൽ ഷിഫ്റ്റ് ആയതിനു ശേഷം 1 ഇയർ അവിടെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഐ മീൻ ഗ്രൂം ചെയ്തുകൊണ്ടിരുന്നത്. അനങ്ങാണ്ട് കിടക്കണ നോക്കിക്ക് എന്തൊരു അനുസരണ കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ അവൻ്റെ ഹെയർ ഒന്നും ചെയ്യുന്നില്ല. കാരണം എനിക്ക് അവൻ്റെ ഹെയർ ഇല്ലാണ്ട് ഒട്ടും ഇഷ്ടമല്ല കാണാൻ വേണ്ടിയിട്ട്. ഒരു മാക്കാശി ലുക്കാ. സോ അതുകൊണ്ട് ജസ്റ്റ് കുളിപ്പിച്ച് നഖമൊക്കെ കട്ട് ചെയ്യിപ്പിച്ച് ഒന്ന് ക്ലീൻ ആക്കിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്നു. ജോയ് 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 ജോയ്. ഇതിന് നമ്മൾ ഇന്ന് ഡിവാമിൻ്റെ മെഡിസിനും കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അതെല്ലാം
ക്യാറ്റിനും കൊടുക്കേണ്ടതാ 2 monthsലൊരിക്കലും. ചെവിയൊക്കെ ക്ലീൻ ഇത് കാണണ്ടേ. എന്താണ് കോലം. അതുകൊണ്ടാണ് ഞാൻ ഇവന്റെ ഹെയർ അടുപ്പിക്കാത്തന്ന്. എന്തത് ഡ്രൈനേജിൽ വീണ് നടക്കണ്ട എൻ്റെ പൂച്ച. അങ്ങനെ ഇവന്റെ നീരാട്ടൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് മനസ്സിലാത്ത പിന്നെ പതിഞ്ഞിരിക്കണേ എന്തോ ഓട്ടായിരുന്നു ഞാൻ കൈ വെക്കുമ്പോൾ. അനുഭവിക്കടാ നീ. മരിച്ചു പോണ അത്രയും ചൂട്, പുറത്ത് നിൽക്കാനേ പറ്റുന്നില്ല. എത്ര നേരം ഇവിടുത്തെ ചൂട്? 38 ഡിഗ്രി, ഹ്യൂമിഡിറ്റി 44, വേർത്തൊലിക്കുന്നു. ഓറഞ്ച് ജ്യൂസ് ബന്ധാഹേ. നാട്ടില് മഴയും കൊണ്ട് കറങ്ങി സുഖിച്ച് നടന്ന ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ അമ്മേ, അതേതാ ഇതേതാ കറുത്ത പൂച്ച? സോയിന് കഴിഞ്ഞോ? ഇത്ര ഒട്ടൊന്ന് കഴിഞ്ഞോ? ഇനി അവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ വരാം ഗൈസ്. അങ്ങനെ ഞാൻ ഗ്രൂമിങ് കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ട് ആക്കുന്നു ഗൈസ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത പരിപാടി നടക്കത്തില്ല. ഇന്ന് തുറന്നിട്ട് ഒറ്റ ഓട്ടം, അതാണ് എൻ്റെ പ്ലാൻ. നോക്കിട്ട് പോടാ. അവൻ എന്നെ മതിയായി ഗൈസ്. അപ്പോൾ മിക്കവാറും എന്നെ ഡിവോഴ്സ് ചെയ്യും. ഞാനപ്പോൾ അടുത്ത എൻ്റെ പരിപാടിക്ക് ഇറങ്ങുവാണ്. നെക്സ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തിട്ടൊരു മൂവിക്ക് പോകാനാണ്. വന്നിടം മുതൽ DC മൂവി കാണാൻ വേണ്ടി ഒരു മോഹം. അതിൻ്റെ BGM എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ BGM കൊണ്ട് ഫേമസ് ആയൊരു മൂവിയാണ്. പിന്നെ എൻ്റെ റിവ്യൂ ഒക്കെ അത്യാവശ്യം കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോയി കണ്ടിട്ട് ശരിക്കും ഒരു റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ചൂടെടുത്ത് ഞാൻ ഷവായി. ഓക്കെ, അപ്പം പടം തുടങ്ങാൻ ഇനി കുറച്ച് 1 മണിക്കൂറുണ്ട്. അടുത്തുള്ള തിയേറ്റർ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഒരു മറവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വീട് തുറന്നിട്ട് ഞാൻ താക്കോൽ പുറത്ത് തന്നെ വച്ചിരിക്കുകയാണ്. അങ്ങനെ സമ്മതിക്കണം. എന്താല്ലേ, ശരിയോ? കുറച്ച് നാൾ നാട്ടിൽ നിന്നിട്ട് വന്നതിൻ്റെ ചെറിയൊരു പ്രശ്നമാണ്, അത് മാറിക്കോളും. ഇതുവരെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. എണീറ്റിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ഉണ്ട്. മൂവി കഴിഞ്ഞ് ലേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പോയിട്ട് കഴിക്കണം. ലേറ്റായി ഞാൻ കഴിക്കത്തില്ല. ഏറ്റവും ബേക്കിൽ സ്കൂളിൽ ഞാൻ ഏറ്റവും ബേക്കിലേക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ തിയേറ്ററിൽ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഡിവിഷൻ കറക്റ്റ് അല്ല. ഇടവേളകൾ ആനന്ദകരമാക്കാൻ നമുക്ക് മേൽപ്പൂരി കഴിക്കാം. തുറക്കാട്ടില്ല. ഫുള്ളാണ്. എത്രയും ഇവിടെ കയറി ഇരിക്കായിരുന്നു. നീ കുറച്ച് നേരത്തായിപ്പോയി പൊട്ടിച്ചെന്നെ. എത്ര ഫ്ലോപ്പ് ബേൽപ്പൂരിൻ്റെ ലൈഫ് ഞാൻ കഴിച്ചിട്ടില്ല. കാറ്റ് കയറിയിരിക്കുന്നു. 12 ദിവസം മുന്നേ ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു. തുറന്ന് കഴിച്ചുകൊണ്ട് തിരിച്ചു കൊടുക്കാനും പറ്റത്തില്ല. കർമ്മന്നിരിക്കണ്ടേ, മൂട് പോയി. അതിനകത്തൊന്നും കളയില്ല. ഇതാണ് ഞാൻ. ഒരു സ്പൂൺ ഇരട്ടെ, എനിക്കൊരു സ്പൂൺ ഇരട്ടെ. ഭാഗ്യം. ഇവർ വേണ്ടെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരുവിധം മൂവി കഴിഞ്ഞു. ഞാൻ ഈ വർഷം ഈ 2026 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് മൂവി കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ മൂവി കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയൊരു മൂവിയാണ് ഈ DC. അയ്യോ, ഒരു സീന് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും എനിക്ക് വേസ്റ്റ് ആണെന്ന് തോന്നിയില്ല. അയ്യോ എൻ്റെ അമ്മേ, അനിരുദ്ധിൻ്റെ ബീജമൊക്കെ ഉണ്ടല്ലോ, കസുറുത്തി അങ്ങോട്ട്. സൂപ്പർ മൂവി, ഇത്ര അടിപൊളി മൂവി. ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട്
സ്റ്റോറിയൊക്കെ ഡാർക്കാണ്, പക്ഷേ സൂപ്പർ മൂവീസ്. എന്തൊക്കെയെല്ലാം ഉണ്ട് അതിനകത്ത്. റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ട്രാജഡി ഉണ്ട്. നമുക്ക് ബാക്കിയുള്ള സിനിമകളിലുള്ള പോലെ മടിപ്പിക്കുന്ന എല്ലാ സിനിമകളിലും ഉള്ള പോലത്തെ ലൈക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയ്യോ, എനിക്ക് സിനിമ ഇൻ്റർവെൽ ആയതറിഞ്ഞില്ല, സിനിമ തീർന്നതറിഞ്ഞില്ല. ഭയങ്കര മൂവി. അത് മടുപ്പിക്കാതെ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിരുദ്ധിൻ്റെ മ്യൂസിക് തന്നെയാണ്. അത് തന്നെയാണ് മെയിനായിട്ട് ആ പടത്തിൻ്റെ ഹൈലൈറ്റ്. അടിപൊളി, സൂപ്പർ പടം കേട്ടോ. കാണാത്ത ആൾക്കാരൊക്കെ പോയി കാണണം കേട്ടോ. എനിക്ക് പൊമ്പം മിസ്സാണ്. സൂപ്പർ മൂവി. ഞാനങ്ങനെ വീടെത്തി. ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി പോയില്ല, കാരണം ഞാൻ വന്നപ്പോൾ തന്നെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിറ്റ് പുട്ടപ്പ് ചെയ്തു. എൻ്റെ കവളും ഡബിൾ ചിന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചില്ല. അതായത് 12 മണിയൊക്കെ ആയി മൂവി കഴിഞ്ഞപ്പോൾ. ഞാൻ വന്ന് കയറിയിടം മുതൽ എനിക്ക് എന്താണെന്നറിയില്ല, മൂഡൊന്നും ശരിയല്ല. എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് പെൺകുട്ടികൾക്ക് ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ പീരീഡ്സിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ ഒരു കാരണമില്ലാണ്ട് ചുമ്മാ ഇങ്ങനെ കരച്ചിലിങ്ങനെ വരും. ഞാൻ വൈൻഡിപ്പാണ് ഗൈസ്. ഞാനതൊക്കെ കൊണ്ടാണ് പിന്നെ ഫുഡ് കഴിക്കാനും മെയിനായിട്ട് നല്ല വിശപ്പുണ്ട്. കാരണം കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഞാൻ ഓൾറെഡി വ്ളോഗ് തുടങ്ങുമ്പോൾ പറഞ്ഞു ഫുഡൊന്നും കഴിച്ചിട്ടില്ല, പുറത്തോട്ട് കഴിക്കാമെന്നുള്ള. ആകെ ടീച്ചർ എന്നിട്ട് ഞാനൊരു ബേൽപൂരിയാണ് കഴിച്ചത്. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. ഇന്നത്തെ ദിവസം എന്തോ എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മാറുമായിരിക്കും. ഇതെനിക്ക് തോന്നുന്നു എൻ്റെ ഹോർമോൺ ഇൻബാലൻസിൻ്റെ ഇതൊക്കെ ആയിരിക്കാം. പ്രത്യേകിച്ച് റീസൺ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നാട്ടിൽ നിന്ന് വന്നതിൻ്റെതാണോ എനിക്ക് അറിഞ്ഞൂടാ. നാട്ടിൽ നിന്ന് വന്നപ്പം മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു ഒറ്റപ്പെട്ട ഫീലാണ് വീട്ടിനകത്ത് കയറിയപ്പോഴത്തേക്കും. എനിക്ക് വരണ്ടായിരുന്നൊക്കെ തോന്നി. ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. വരണ്ടായിരുന്നു, അവിടെ നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ, കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു ഒക്കെ. ഞാനിനി ഓവർ സെൻറ്റൊന്നും അടിക്കുന്നില്ല. ഞാൻ കട്ട് ചെയ്യാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് പുതിയ വ്ളോഗിലോട്ട് വരാം. ഞാനിനി ഒരിക്കലും എവിടെയും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും കാര്യത്തില്ല എന്നുള്ളത് തീരുമാനിച്ചതായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ കടിയൊക്കെ തുടച്ചിട്ട് ഞാൻ വന്നിട്ട് സംസാരിക്കുന്നത്. എന്തായാലും ഞാൻ വന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിൽ 3 മാസം സ്റ്റക്കായതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതെല്ലാം ഇനി ഓരോന്നോരോന്ന് സോൾവ് ചെയ്യണം. പതിയെ ഞാൻ പഴയതുപോലെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടും കുറച്ചുകൂടെ കൺസിസ്റ്റൻസിയൊക്കെ ഇതിനകത്ത് കൊണ്ടുവരണമെന്ന് എനിക്കുണ്ട്. എനിക്കറിയാം ഈയിടെയായിട്ട് ഞാൻ വ്ളോഗായിക്കോട്ടെ ഷോർട്സ് ആയിക്കോട്ടെ ഇടുന്നേ ഇല്ല, ഒന്നിലും ആക്റ്റീവ് അല്ല. പഴയതുപോലെ ആക്റ്റീവ് ആവും ഞാൻ. അപ്പോൾ എല്ലാവരും കീപ് സപ്പോർട്ട്. ഓക്കെ, ബൈ ബൈ ഗൈസ്.